ഒരു ലോങ് വീഡിയോ ആണ്. അതിൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് യൂട്യൂബ് ലോങ് വീഡിയോ ആണ്. സോ ഇന്ന് സ്റ്റിക്കറായിട്ട് ഉണ്ടാക്കുന്നത്. സ്റ്റിക്കർ മീൻസ് നമ്മളിപ്പോൾ ബുക്കിൽ പിന്നെ അതുപോലെ നമ്മളെന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഒട്ടിക്കില്ലേ, ആ സ്റ്റിക്കർ. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സിൻ്റെ പിക്ക് പിൻട്രസ്റ്റ് നോക്കി ആദ്യം ഒരു A4 ഷീറ്റിൽ വരച്ചെടുത്ത് അതിനെ പെൻസിലിട്ട് വരച്ചു. അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ യൂസ് ചെയ്യുന്ന സാധാ ബ്ലാക്ക് ഇങ്കറ്റ് വരച്ചാൽ മതി. അതായിരിക്കും കുറച്ച് ബെറ്റർ. ഇതായിട്ട് വരയ്ക്കുമ്പോഴേ ആ ഒരു പെൻസിലിൻ്റെ ആ ഒരു പാടുണ്ടാവില്ലേ, അതവിടെ ഉണ്ടാകും. അപ്പോൾ പിന്നെ അത് അറിയൊന്നുമില്ല, നല്ല ചെറിയൊരു ബോറായിട്ട് തോന്നുന്നു എനിക്ക്. പിന്നെ ഞാൻ കുറേ സ്റ്റിക്കേഴ്സ് നോക്കി വെച്ചപ്പോൾ എനിക്കിഷ്ടപ്പെട്ട 2-3 സ്റ്റിക്കേഴ്സാണ് വരച്ചത്. അതിലൊരു ഫ്ലവർ എനിക്കിഷ്ടമായി. ആ ഫ്ലവറാണ് ഞാൻ വരച്ചത്. ബട്ട് അത് രസമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, അത് മായ്ച്ചെടുത്തു. പിന്നെ സാധാ ബ്ലാക്ക് പെന്നിട്ട് അത് ഒന്നും കൊണ്ട് വരച്ചെടുത്തു. പിന്നെ എന്തായാലും കളർ ചെയ്യണേ, അപ്പോഴേ സ്റ്റിക്കറിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. അല്ലാണ്ട് ജസ്റ്റ് നോർമൽ പോലെ തോന്നും അല്ലെങ്കിൽ. അതാണ് ഞാൻ എല്ലാത്തിനും കളർ കൊടുത്തില്ല. അങ്ങനെ ഫസ്റ്റത്തിൽ കളർ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ചെറുതായിട്ട് ഒരു റോസ് പിങ്ക് ആയിട്ട് ഞാൻ ബ്ലഷ് കൊടുത്തു. ബാക്കിയൊക്കെ പിന്നെ ഞാൻ കളർ ചെയ്തു. കളറിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ സെലോടേപ്പ് എടുക്കുക. അത് വിസിബിളായിട്ടുള്ള സെലോടേപ്പ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ വരച്ച സ്റ്റിക്കേഴ്സിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുക. അതാകുമ്പോൾ ഒരു ഷൈനി ലുക്കൊക്കെ കിട്ടും. അതായത് ഒരു സ്റ്റിക്കറിൻ്റെ അതേ ലുക്ക് കിട്ടും. നല്ലപോലെ എല്ലാത്തിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ എല്ലാ ഭാഗം കവർ ചെയ്യുന്ന പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തേ. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ഞാനങ്ങനെ കട്ട് ചെയ്തത്. എന്നിട്ട് ഞാൻ ഓരോ പീസാക്കിയിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടതെന്നുണ്ടെങ്കിൽ സാധാ A4 ഷീറ്റിൽ വെച്ചിട്ട് തന്നെ ഓരോരോ പീസാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. പിന്നെ എനിക്ക് കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അങ്ങനെ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഇനി സ്റ്റിക്കർ കട്ട് ചെയ്യുന്നതാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ച് കട്ട് ചെയ്ത്, അതായത് അത് ആ ഒരു സ്പേസ് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നെ ഒരു സ്റ്റിക്കറിൻ്റെ ഒരു ഭംഗിയൊന്നും കിട്ടില്ല. ഒരു സ്റ്റിക്കറിന് വെച്ചാൽ കുറച്ച് സ്പേസ് ഉണ്ടാവുമല്ലോ, അതുപോലെ സ്പേസ് വിട്ടിട്ട് കട്ട് ചെയ്താൽ അടിപൊളിയായിരിക്കും. അതായത് സ്റ്റിക്കറിന് അതേ ലുക്ക് കിട്ടും ഇല്ലേ, ഇതിന് സ്റ്റിക്കറിൻ്റെ അതേ ലുക്കില്ലേ. പിന്നെ അതുപോലെ തന്നെ എല്ലാം അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്റ്റിക്കേഴ്സൊക്കെ ഇവിടെ റെഡിയാണ്. എല്ലാം കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒക്കെ റെഡിയാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഒട്ടിക്കാം. ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതിലൊട്ടിക്കാം, അതല്ലാതെ ബുക്കിലൊട്ടിക്കാം, ബുക്കിലൊട്ടിക്കാം, എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം. ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ ബുക്കിലാണ് ഒട്ടിച്ചത്. ഞാൻ സ്റ്റിക്കേഴ്സിൻ്റെ ബാക്കിൽ ഡബിൾ ടാപ്പാണ് ഒട്ടിച്ചത്. എനിക്ക് തോന്നുന്നത് ഗ്ലൂ തേക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതാകുമ്പോൾ സ്റ്റിക്കേഴ്സിൻ്റെ എല്ലാ ഭാഗവും നല്ലപോലെ ഒട്ടി നിൽക്കും. ബട്ട് ഡബിൾ ടാപ്പ് ഒട്ടിക്കുമ്പോൾ എല്ലാ ഭാഗവും ഒട്ടി നിൽക്കുന്നില്ല. അത് ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. ബട്ട് രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എല്ലാം റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ചെയ്യും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.